രാവിലെ അതിന് തുടങ്ങി മൊബൈലിൽ കളി. പിന്നെ എങ്ങനെയാ അവൻ കള്ളുപിടിച്ചൊന്നും ഇടിക്കാതിരിക്കണത്? ഓ, ഞാൻ മൊബൈലിൽ കളിക്കുന്നതായിരിക്കും കുഴപ്പം. എന്താ പിന്നെ? അച്ഛനാണ് എന്റെ ജീവിതം ഇത്രയും കുളവാക്കിയത്. ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നാ? അച്ഛൻ കാരണമല്ലേ ഈ മാറിന എന്റെ തലയിലോട്ട് കയറിയത്. ഞാൻ അറിഞ്ഞ അവന്റെ കള്ളുപിടിനാകാൻ പോണെന്ന്. എത്ര നല്ല ചെറുക്കന്മാരുടെ ആലോചന എനിക്ക് വന്നതാ. അച്ഛൻ അറിയായിരുന്നല്ല ആ പുഞ്ചിരി ബസ്സിലെ കിളി. അയാളുടെ ആലോചന എനിക്ക് വന്നതല്ലേ, കല്യാണം വരെ എത്തിയതാ. അച്ഛൻ അത് നശിപ്പിച്ചു. പറ്റിപ്പോയി മോളെ, പറ്റിപ്പോയി. അതിന് എപ്പോഴും പറഞ്ഞ സങ്കടപ്പെടുത്തുന്ന വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താണ്, അയാളുടെ 4 ബസ്സാണ് റോഡിൽ കൂടെ ഓടുന്നത്. അത് കഴിഞ്ഞപ്പോ ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന പ്രതാപ സാറിനെ ഞാൻ പ്രേമിച്ച്. അച്ഛൻ അതും കുളവാക്കി. അതിന് കാരണമുണ്ട്. അവൻ വന്ന് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തിയത്. ആണല്ലോ. എന്നിട്ട് അയാൾക്ക് ഇപ്പൊ എന്താ ജോലി എന്നറിയാവോ? ബിവറേജിൽ ബില്ലടിക്കുന്നു. ആ ഒറ്റ കാരണം ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം. ഉച്ചവെയിലത്ത് ബീവറേജിന്റെ ക്യൂല് നിന്ന് നട്ടം തിരിയും ഞാൻ. അതെല്ലാം പോട്ടെ, പിന്നെ എനിക്കൊരു നല്ല ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ആ MLA-നെ കയറി ഞാൻ പ്രേമിച്ചത്. അച്ഛൻ അതും കുളവാക്കി. എന്താ? അതെന്റെ സാമൂഹ്യ പ്രതിബദ്ധത. എന്ത് സാമൂഹ്യ പ്രതിബദ്ധത? ഒരു മണ്ഡലത്തിലെ മൊത്തം പ്രശ്നം കൊടുത്തവൻ തലേ വെച്ചിരിക്കുക. ഇനി ഒരു പ്രശ്നം കൊടുത്തവൻ തലേ വെക്കേണ്ട കാര്യമുണ്ടോ? അച്ഛനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അച്ഛാ. എന്റെ തലയിട്ടെടുത്ത് ഞാൻ അങ്ങനെ അങ്ങ് കണ്ടോളാം. എന്റെ മോളെ, അവൻ കള്ളുകൂടിയൊക്കെ നിർത്തി ഒരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. എന്തോ കള്ളുകൂടിയൊക്കെ നിർത്തി അവൻ തിരിച്ചു വരും. അച്ഛാ, കാക്ക ബ്യൂട്ടി പാർലറിൽ പോയാൽ വെളുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. റേഷൻ അരിയിൽ കല്ലില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ അയാള് കൂടി നിർത്തി നന്നാവൂന്ന് പറഞ്ഞാൽ ഈ അനിത ജന്മത്തിൽ വിശ്വസിക്കില്ല. നന്നായില്ലെങ്കിലേ അവന്റെ പേരിൽ ഞാൻ പരാതി എഴുതി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ കൂടെ പരാതി കൊടുക്കും ഞാൻ. അച്ഛാ, ഇതില്ലേ ആ കാണുന്ന സ്ഥലത്തെ എനിക്കൊരു പട്ടിക്കൂട് കെട്ടണമെന്നാണ് ആഗ്രഹം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ലാതെ അച്ഛന് വേണ്ടിട്ട് തൈ വെക്കണോന്നല്ല. ഞാന് പറഞ്ഞാലേ അയാൾ ആദ്യം തല്ലിക്കൊല്ലാൻ പോകുന്നത് അച്ഛനെ ആയിരിക്കും. അവൻ നന്നായില്ലെങ്കിലുണ്ടല്ല, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനെ കാല വാരിയ നിലത്തടിച്ച് ഈ ഭിത്തിയിൽ വലിച്ച് ഒട്ടിക്കും ഞാൻ. അങ്ങനെയൊക്കെയുള്ളയല്ല, അവനോട് വരട്ടെ. കൂടെ രാവിലെ എന്തോ പ്ലാനിങ്? ഏപ്രിൽ ഫൂൾ. എന്തോ ഫൂൾ? ഏപ്രിൽ ഫൂൾ. ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ. ഏപ്രിൽ ഫൂൾ ആണോ മെയ് ഫൂൾ ആണോ എന്ന് ഞാൻ അപ്പടി കാണിച്ചു തരാം. എന്തടി? ഒന്നുമില്ല. ഇപ്പൊ പൊരിച്ചു കൊടുക്കും. ഞാൻ പോട്ട് വരട്ടെ. നിപ്പുണ്ടോ? എന്ത് ഓ ഞാൻ പോട്ട് വരട്ടെ കേട്ടാ. എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ നടക്കുമെന്ന് ഇവിടെ. പക്ഷേ അച്ഛാ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാനും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛൻ എന്താ തീരുമാനിച്ചു? അത് സസ്പെൻസ്. നീ എന്താ തീരുമാനിച്ചത്? അത് സർപ്രൈസ്. സർപ്രൈസ്. ഒരു കാര്യം ചെയ്, ഞാൻ പുറത്തോട്ട് പോവുക, ഇപ്പൊ തന്നെ വരും കേട്ടല്ലോ. വാവേ, എന്റെ മുത്തേ, എന്റെ കുഞ്ചന പച്ചന കുറ്റന പച്ചട വാവേ. അയ്യോ, മെസ്സേജ് മാറിപ്പോയാ? കാലകേനാണോ പോയത്? നീ എവിടെയാ ചക്ക? സത്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ? അയ്യോ എന്റെ അനുരേ, അത് ഞാൻ ചക്കരേ എന്ന് വിളിച്ചതാ, കൈവിട്ട് പോയതാണ്. നീ ഒന്ന് ക്ഷമിക്ക് എന്റെ പൊന്നും മായി. സത്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇങ്ങനെയാണെങ്കിൽ? അയ്യോ അനുര വീണ്ടും കൈവിട്ടു പോയി. മൈ ഡിയർ അനുരേ എന്ന് ഞാൻ പറയാൻ വന്നതാണ്, നീ ഒന്ന് ക്ഷമി. അതെ, അച്ഛനും അയാളും പുറത്തേക്ക് പോയി. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു. ആണാ? എന്നാ ഞാനിതാ. പിന്നെയും കൈവിട്ടു പോയാ? അതല്ല, എത്തി. ഞാൻ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലേ. പക്ഷേ ഉണ്ടല്ലോ, പ്രൊഫൈൽ പിക്ചറിൽ കാണുമ്പോ ഇത്രയും വണ്ണം ഇല്ലല്ലോ. അത് പിന്നെ ഈ പ്രൊഫൈൽ പിക്ചറിലൊക്കെ നമുക്ക് ക്ലോസപ്പ് പടം മാത്രമല്ലേ ഇടാൻ പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് വണ്ണം കാണിക്കാൻ പറ്റൂലല്ലോ. ഞാൻ എങ്ങനെയുണ്ട്? നീ സുന്ദരി, എന്റെ ഭാര്യയെക്കാളും സുന്ദരി. പിന്നെ ഒരു ഭാഗ്യം തന്നെ കേട്ടോ. ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. സുനിക്കറിയാവോ, മരുഭൂമി പോലെ കിടന്ന എന്റെ ജീവിതത്തില് നീ ഒട്ടകൊന്നല്ലേ പറയാൻ വരുന്നത്? അത് പറയരുത്.
എന്റെ അച്ഛന്റെ വട്ടപ്പേരാണ്, അത് പറയരുത് പ്ലീസ്. അയ്യോ അതല്ല, മഴയാന്ന് പറയാൻ വരുമായിരുന്നു. നമ്മൾ തമ്മിൽ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കുവോ ഞാനത്? ഒരു ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക്. അന്ന് നീ ഇട്ടിരുന്ന പ്രൊഫൈൽ പിക്ചർ നിനക്ക് ഓർമ്മയുണ്ടോ? അയ്യോ അതേതായിരുന്നു? നിനക്ക് ഓർമ്മ വരില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. പറ പറ പറ. മുള്ളുവേലി കിട്ടിയ ഒരു പുരയിടം. അത് മുള്ളുവേലി കിട്ടിയ പുരയിടം അല്ല, അതെന്റെ പല്ല കമ്പിയുടെ സമയത്ത് ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുന്ന ക്ലോസ് ഫോട്ടോ ആയിരുന്നു. പോവാ നമുക്ക്. ഇനി ഒട്ടും താമസിക്കണ്ട, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എടുത്തോ, ഒട്ടും അമാന്തിക്കണ്ട. സുനി, ഈ അമാന്തിക്കണ്ടെന്ന് പറഞ്ഞ എന്തുവാ? ഭഗവാനെ, ലോക തോൽവിക്കാണല്ലോ ഞാൻ കൈ കൊടുത്തത്. ഇത് മലയാളം പൂർണ്ണാക്കുന്നു അറിഞ്ഞൂടെ? അതെ, നമ്മള് പോകുന്നത് മലയാളം പരീക്ഷയ്ക്കൊന്നും അല്ലല്ലോ, ഒളിച്ചോടിയല്ലേ പോകുന്നത്. നീ പോയി നിന്റെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഓടിവാ. പോകാൻ വരട്ടെ. അപ്പൊ എന്നെ ഒളിച്ചു വെച്ചിരുന്നല്ലേ? എന്ത്? നല്ലൊരു ബ്യൂട്ടി സ്പോട്ട്. അയ്യോ സുനി, കരയരുത്. നീ തെറ്റിദ്ധരിക്കരുത്. ബ്യൂട്ടി സ്പോട്ട് എന്ന് പറഞ്ഞത് ഈ കവിളിലുള്ള കറുത്ത കുത്താണ്, അല്ലാതെ നീ അതിന് വേറെ ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കരുത്. അത് ബ്യൂട്ടി സ്പോട്ട് അല്ല, അങ്ങനെ രാത്രി വെള്ളം അടിച്ചിട്ട് വന്നിട്ട് സിഗരറ്റിന് കുത്തുന്നതാ. അയ്യോ, ഇവിടെ മാത്രമല്ല, കഴുത്തിലുണ്ട്, കയ്യിലുണ്ട്, കാലിലുണ്ട്. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും? പിന്നെ എവിടെ കൊണ്ട് പറ. അയ്യോ, നിനക്ക് എവിടെ കൊണ്ട് ഇത് സഹതാപമാണോ അതോ ആക്രാന്തമാണോ? പിന്നെ അപ്പുറത്തെ ഒരു നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു. സാധനമൊക്കെ എടുക്കാം. നീ എന്തിനാ ചുമക്കുന്നേ? അമ്മാതിരി ഇടിയല്ലേ അയാൾ എന്നും വന്ന് ഇടിക്കുന്നത്. സാരമില്ല, വാ നമുക്ക് പോവാം. ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തു. നമ്മൾ ഒളിച്ചോടുന്നില്ലേ? ഇല്ല, നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൂടി ധൈര്യത്തോടെ നമ്മൾ ഇറങ്ങിപ്പോവും. അവൻ വരട്ടെ, അതിനു മുമ്പ് അവന് ഒരു നാരഞ്ച് ഇടിയും കൊടുത്തിട്ട് ഞാൻ പോകും. അയ്യോ വേണ്ട, അങ്ങനെ ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമുക്ക് പോയി സമാധാനമായിട്ട് ജീവിക്കാം. ഞാൻ എന്റെ ദേശം അടക്കി പിടിച്ചതാണ്. എന്തായാലും കിട്ടിയല്ല. അവൻ വരട്ടെ, അവനെ ഞാൻ ഇന്ന് വെട്ടി നുറുക്കിട്ടിട്ട് നമ്മൾ പോകും. വേണ്ട ചേട്ടാ, അതല്ലേ ഭർത്താവ്? പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറി കണ്ണു നിറഞ്ഞ് ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴാ മനസ്സിൽ തെളിഞ്ഞത്, ഇനിയെങ്കിലും നന്നായി ജീവിക്കണം. അനതേ, ഇതിനകത്ത് കുറച്ച് പച്ചക്കറിയെ കൊണ്ട് നീ കൊണ്ടുപോയി അകത്ത് വെച്ച് കറിയെ കൊണ്ട് അമ്മ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കണം. ഇതിനിടയ്ക്ക് പിണങ്ങാൻ ഒരു കാര്യം ഞാൻ തന്നെ കൊണ്ടുവച്ചേക്കാം. നീയല്ലേ പറഞ്ഞ അവൻ വെള്ളവടിയനാണ്, അവൻ നിന്നെ ഇടിക്കും മലം. അവൻ പാവല്ലേ? എന്റെ പൊന്ന് സുനി, ഇയാളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇതെന്ത് മറിമായോ എന്ന് എനിക്കറിയാൻ പാടില്ല. അരുതേ, ഇതാരായി നിൽക്കുന്നത്? ഇതെന്റെ നിന്റെ കായല്ല, നിന്റെ കൂട്ടുകാരൻ. എന്താ പേര്? സുനി പിപി. ഓ, സുനി പിപി. ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെയാണോ? നീ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി വല്ലതും കുടിക്കാടുന്നുണ്ടോ? ചാടുന്നുണ്ടോ? ചെല്. എന്തു പറ്റി കൈ ഇങ്ങനെ പുറകെ കെട്ടിയിരിക്കുന്നു? ആദ്യമായിട്ട് ഒരു വീട്ടിൽ വരുന്നതല്ലേ, ഒരു ഇതാണ് സന്തോഷം കണ്ടതിൽ. ഇരിക്കണം. അങ്ങോട്ട്. അതെ, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ അല്ല ഭാര്യ പറഞ്ഞത് കേട്ടോ. പിന്നെ ഭാര്യ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബഹളമൊക്കെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്റെ സുനി, ഞാൻ ഇന്നലെ വരെ ഒരു മൃഗമായിരുന്നു. ഏത് മൃഗം? ഇന്ന മൃഗമൊന്നുമില്ല, ഏതോ ഒരു മൃഗം. വേണമെങ്കിൽ കങ്കാരു. എനിക്ക് കങ്കാരിന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കഴുത്തിന് നീളമുള്ള ജിറാഫിനെയാണ്. തമാശയൊക്കെ പറയുമല്ലേ? പിന്നെ നമ്മളൊക്കെ എങ്ങനെ മദ്യപിക്കാതിരിക്കും? അമ്മാതിരി പ്രവൃത്തിയല്ലേ വീട്ടിലെ പെണ്ണുങ്ങൾ കാണിക്കുന്നത്. ഇവളെ കുറിച്ച് അറിയൂ? ഇത് കണ്ട, ഇന്നലെ എന്നെ ഒലക്കേക്ക് അടിച്ചതാ. നിങ്ങൾക്കൊന്നും തടയാൻ പറ്റില്ലായിരുന്നോ? എന്റെ പൊന്നു സുനി, കരാട്ട വന്ന് തടയാം, കളറിൽ പോയിട്ട് നമുക്ക് തടയാം. പെണ്ണുങ്ങൾ അടി നമ്മളെങ്ങനെ തടയും? അതൊന്നും തടയാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ തടയാൻ പറ്റും. ഞാൻ പറഞ്ഞു. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും തടഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ കരാട്ടെ ഞാൻ ചെയ്യാം, സുനി തടയണം. തടഞ്ഞല്ല, ഇനി കളറിൽ വരും. തടഞ്ഞല്ല, ഇനി പെണ്ണുങ്ങൾ അടി.
എങ്ങനെ തടയും? ആ അതാണ് ഞാൻ പറഞ്ഞത്, തടയാൻ പറ്റൂല. ഇന്നലെ എന്നെ കുനിച്ച് നിർത്തിയുള്ളൂ കൂമ്പിന് 15 ഇടി. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ മൂന്നത് അറിയോ? നീ കുനിച്ചുരുത്തി കൂമ്പിനൊക്കെ ഇടിക്കൂ? ഒറ്റ പ്രാവശ്യം ഇടിച്ചിട്ടുള്ളൂ, കഴിഞ്ഞ വർഷം ഡിസംബർ 31-ാം തീയതി. അതെ, ഒരു പ്രാവശ്യം ഇടിച്ചിട്ടുള്ളെന്ന് പറഞ്ഞ അവള്. അന്ന് തുടങ്ങിയതാ, ഇതുവരെ നിർത്തിയിട്ടില്ല. നീ എന്തുവായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരാൾ വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ആ കഴിക്കാൻ പോവുക. ഇതൊന്ന് ഞാനും സുനിയും കൂടെ കല്യാണം കഴിക്കാൻ പോകുവാന്ന്. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായും. എന്നോടൊന്നും പറയണ്ട, എന്നോടൊന്നും പറയണ്ടാന്ന്. ഞാൻ നിന്നോടൊന്നും പണഞ്ഞില്ലല്ലോ. ആ പറയണ്ട. അല്ലാതെ ആ. നീ ഒരു കൈ ഇങ്ങോട്ട് വാ. ഇന്നലെ വരെയുള്ളതെല്ലാം നീ ക്ഷമിക്കണം, എല്ലാം ക്ഷമിക്കണം. അതുകൊണ്ട് നീ ഇനി എന്നോടൊപ്പം ജീവിക്കണം. പൊറുക്കണം, പൊറുക്കണം. നീ ഇത്രയും നല്ലവളാണെന്ന് നീ അറിഞ്ഞില്ല. നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പുറത്തിരിക്കുന്നു. അതല്ല, എനിക്ക് സുനിയുടെ കൂടെ പൊറുക്കണോന്ന്. വാ പോക, എന്താ നോക്കി നിക്കുന്നത്? പിന്നെ അതെ, പിന്നെ എനിക്ക് നിന്റെ അടുത്ത് വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കും? അത് വേണോ, അത് വേണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത്? അല്ല ഞാൻ ഇതിന്ന് പിന്മാറി തരാം. നീ എല്ലാം മറക്കണം പ്ലീസ്. മറക്കണോന്നോ? എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത്? ഇയാള് രാത്രി വന്ന് സിഗരറ്റിനെടുത്ത് കുത്തുന്നത് ഞാൻ മറക്കണോ? കൂമ്പിലിടിക്കുന്നത് ഞാൻ മറക്കണോ? എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത്? മറക്കൊന്നുമില്ല, വാ നമുക്ക് പോകാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് ഇത്ര വിഷമായത്, അറിയോ? നിന്നെ ഞാൻ കുടിച്ചിട്ട് വന്ന് സിഗരറ്റിന് കുത്തിയല്ലേ? കുത്തി. കൂമ്പിനിട്ടിടിച്ചല്ലേ? ആ ഇടിച്ചു. സുനി ഒരു കാര്യം ചെയ്യും, ഇവളെ കൊണ്ട് പൊക്കൊള്ളൂ. വേണ്ട, ഇനി ഇവിടെ ഒന്നും അനുഭവിക്കണ്ട. ഇങ്ങ് വരൂ സുനി. ഇല്ല ഇല്ല ഇല്ല, ഇങ്ങ് വരൂ. ഇനി മുതൽ ഇവളുടെ ഭർത്താവ് സുനിയാണ്. ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ച് മറ്റൊരു പുരുഷനെ ഏൽപ്പിക്കുന്നത്. ഹാപ്പി വെഡിങ് ഡേ. വെഡിങ് ഡേ? ഇവളെന്നെ വെറുതെ. ഈ കൂട്ടത്തിൽ ആരാ അനിതയുടെ ഭർത്താവ്? ഈ നിൽക്കുന്ന സുനി. അതെ, ഞാനാണ് അനന്തയുടെ ഭർത്താവ്. എന്താണ്? അയ്യോ അയ്യോ അയ്യോ, അടിക്ക്, 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 അടിക്ക്. മാറാ. അയ്യോ അയ്യോ, നിങ്ങൾ എന്തിനാ ഇയാളെ അടിക്കുന്നത്? എന്താ അടിക്കുന്നോ? അച്ഛൻ തന്ന കൊട്ടേഷൻ. ഇനി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ചാൽ എന്നെ അറിയിച്ചാൽ മതി. ഓക്കേ? എന്റെ അച്ഛനാ? ആ. അയ്യോ. മോളെ, എങ്ങനെയുണ്ടെന്ന് അച്ഛന്റെ സസ്പെൻസ്? ഇനി മോളുടെ സർപ്രൈസ് പറ. അച്ഛന്റെ സസ്പെൻസ് സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ എന്റെ സർപ്രൈസ് ആണ് ഇല്ല ആ കിടക്കുന്നത്.